ഇനി കോഴിക്കോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം സ്വർണം കവർച്ച ചെയ്ത മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടി.പി. വിനോദൻ മാസങ്ങളായി ഒളിവിൽ തുടരുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ടി.പി. വിനോദനെ പിടികൂടുമെന്ന സിപിഎമ്മിന്റെ ഉറപ്പും പാഴായി. ടി.പി. വിനോദനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യാദാസ്, നമുക്കറിയാം ഈ വിനോദൻ ഒരു സിപിഎം പ്രവർത്തകനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി യാതൊരുവിധ വിവരവും ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനാകുമോ നമ്മുടെ കേരള പോലീസിന്? 60 പവൻ സ്വർണ്ണമാണ് കവർച്ച ചെയ്തത്. അതിനുശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ പ്രതി ചേർത്തതിന് ശേഷവും ഇദ്ദേഹം അവിടെ തന്നെ കറങ്ങി ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ടും പോലീസ് മനഃപൂർവ്വം ഈ പ്രതിയെ അവഗണിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും നമ്മൾ പുറത്തുവിട്ടിരുന്നില്ലേ രമ്യ? തീർച്ചയായും അശ്വതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകളെല്ലാം നമ്മൾ നൽകിയിരുന്നതാണ്. കാരണം ഈ മലബാർ ദേവസ്വം ബോർഡിലെ ഈ ബാലുശ്ശേരി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും 20 പവനും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ബാക്കി 40ഓളം, അങ്ങനെ 60 പവനോളം കവർച്ച ചെയ്ത കേസിലെ പ്രതിയാണ് ഈ ടി.പി. വിനോദൻ. കൃത്യമായി തന്നെ പാർട്ടിയുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും സംരക്ഷണം ഇയാൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം മാസങ്ങളായി ഇദ്ദേഹം ഈ കേസിൽ പ്രതിയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ വലിയ വാഗ്ദാനങ്ങളായിരുന്നു പാർട്ടി ഉൾപ്പെടെ നൽകിയിരുന്നത്. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. കാരണം ഈ വിഷയം പ്രാദേശികമായി തന്നെയല്ല, വലിയ തോതിൽ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ്. കാരണം ഒരു ക്ഷേത്രം, നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അഴിമതി കേസുകളെല്ലാം പുറത്തു കൊണ്ടുവന്നത് ജനം ടി.വിയാണ്. ഇത്തരത്തിൽ ഈ ബാലുശ്ശേരി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയും ഒരു 40 പവനോളം ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, ഈ മലബാർ ദേവസ്വം ബോർഡിലെ ഏകദേശം 60ഓളം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണമാണ്, 60 പവനോളം സ്വർണ്ണമാണ് ഈ ടി.പി. വിനോദൻ കവർ ചെയ്തിട്ടുണ്ടത്. ഇദ്ദേഹം മലബാർ ദേവസ്വം ബോർഡിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 60 പവനോളം കവർ ചെയ്ത കേസിലെ പ്രതിയായി ഇദ്ദേഹത്തെ പിടിക്കുമെന്നായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി വലിയ രീതിയിൽ തന്നെ ഈ വിഷയം ചർച്ചയായപ്പോഴൊക്കെ പാർട്ടിയും സിപിഎം പാർട്ടിയും അതുപോലെ തന്നെ എല്ലാം അവിടെ ഭക്തർക്ക് ഉൾപ്പെടെ വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ ഇതെല്ലാം പാഴ്വാക്കാക്കുന്ന ഒരു നിലപാടാണ് പിന്നീട് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇയാളുടെ വീട്ടിൽ, പേരാമ്പ്രയിലെ വീട്ടിൽ വന്നു പോകുന്നുണ്ടെന്ന് കൃത്യമായി തന്നെ പോലീസിൽ നാട്ടുകാരുൾപ്പെടെ പലതവണ വിവരം നൽകിയതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്താനോ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താനോ ഒന്നും പോലീസ് തയ്യാറായിരുന്നില്ല. ഇദ്ദേഹം അതിനുശേഷവും കൃത്യമായി തന്നെ ഇടവേളകളിൽ വീട്ടിൽ വന്നു പോകാറുണ്ട്. ഒളിവിലാണെന്ന് എന്ന് പറയുന്നത് ഒരു അത്തരത്തിലൊരു പറച്ചിൽ മാത്രമായി അത് ഒതുങ്ങിയാണ്. കാരണം പോലീസിന്റെ മൂക്കത്തുമ്പത്തിലൂടെയാണ് ഈ അദ്ദേഹം വീട്ടിൽ വരുന്നത്, പോകുന്നെല്ലാം. എന്നാൽ ഇദ്ദേഹത്തെ പിടിക്കാനോ അല്ലെങ്കിൽ വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താനോ ഒന്നും പോലീസ് തയ്യാറായില്ല. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോഴും ഇദ്ദേഹം ഒളിവിലാണ്. ഇദ്ദേഹത്തെ പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ഇതാണ് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഭക്തർക്കിടയിൽ നിന്നെല്ലാം ഉയരുന്നത്. കാരണം ഇദ്ദേഹത്തിന് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും സംരക്ഷിക്കുകയാണ് എന്നുള്ളത് തീർച്ചയായും രമ്യ, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവൻ സ്വർണം കർണ സിപിഎം പ്രവർത്തകനെ സംരക്ഷിക്കുകയാണ് കേരള പോലീസ്. ഒരു ചെറിയ ഇടവേളയാണ്. ഈ ഇടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി അമൽപ്രീത പ്രദീപ് ചേരും.